അവൻ കൈകൾ മാറിൽ കെട്ടി വാതിലിൽ ചാരി അവളെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. ആരോ വന്ന് നിൽക്കുന്നത് പോലെ തോന്നിയതും അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അവളെ തന്നെ നോക്കി നിൽക്കുന്ന അഗ്നിയെ കണ്ടതും അവൾക്ക് ചമ്മല് തോന്നി. ചേ! അഗ്നിയെ കണ്ടതും രുദ്ര കൈകൾ നീട്ടി അവനെ വിളിച്ചു. ആഹാ, അച്ചയുടെ മോള് കളിക്കുമായിരുന്നോ? അവൻ അവളുടെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് ചോദിച്ചു. മോളെ അമ്മയുടെ കൂടെ കച്ചു വന്നു. അച്ഛ കണ്ടു അമ്മ മോളുടെ കൂടെ കളിക്കുന്നത്. അവൻ ദേവയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവനെ നോക്കാതെ മുഖം മാറ്റി. ദേവാ, താഴെ വലിയമ്മ പറഞ്ഞൊന്നും താൻ കാര്യമായിട്ട് എടുക്കണ്ട കേട്ടോ. വലിയമ്മ അങ്ങനെയാണ്. പിന്നെ ഞാൻ ആഹാരം തന്നത് അത് വലിയമ്മയെ കാണിക്കാനായിരുന്നു. താൻ വേറെ ഒന്നും വിചാരിക്കരുത്. ആ, അവൾ മൂളി. അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് രുദ്രയോടൊപ്പം കളിക്കാൻ തുടങ്ങി. ഞാൻ വൈകിട്ടൊന്ന് പുറത്തു പോയിക്കോട്ടെ? അവൾ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൻ സംശയത്തോടെ അവളെ നോക്കി. അത് പിന്നെ ഇടാൻ എനിക്ക് ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അവൾ ചമ്മലോടെ പറഞ്ഞു. അപ്പോഴാണ് അവനും അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഓ സോറി ദേവ, ഞാൻ അത്രയും ചിന്തിച്ചില്ല. വൈകിട്ട് ഒരുങ്ങിക്കോ, അച്ചുവിനെയും വിളിച്ചോ, നമുക്ക് ഷോപ്പിൽ പോകാം. അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അതിനൊന്ന് മൂളി. മേ എന്താ കണ്ണാ ഇവിടെ കേച്ച്? അടുത്തേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞതും ദേവ അവളുടെ അടുത്തേക്ക് കടന്നു. ഛേ, എന്താ കുഞ്ഞാ ഇവിടെ? അവളുടെ അപ്പുറത്തായിട്ട് അവൻ ചൂണ്ടിക്കാണിച്ചു. അവൻ ദേവയെ നോക്കി. അവൾക്ക് ആകെ ചമ്പല് തോന്നി. അവൻ അവിടേക്ക് കിടന്നതും രുദ്ര അവളുടെ രണ്ടുപേരുടെയും നടുക്കായിട്ട് കിടന്നു. അഗ്നി ഒരു കൈ കൊണ്ട് രുദ്രയെ ചുറ്റിപ്പിടിച്ചതും അവൾ ദേവയെ നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും അവളും ഒരു കൈയെടുത്ത് അവളെ ചുറ്റിപ്പിടിച്ചു. അച്ഛന്റെയും അമ്മയുടെയും സംരക്ഷണത്തിൽ അവളുടെ കുഞ്ഞു കണ്ണുകൾ മയക്കത്തിലേക്ക് വീണു. വൈകിട്ട് അഗ്നി കടയിൽ പോകാൻ റെഡിയായി ഇറങ്ങി. ദേവ രുദ്രയെ സുന്ദരി കുട്ടിയാക്കി ഒരുക്കി നിർത്തിയിരുന്നു. അഗ്നി രുദ്രയും കൊണ്ട് താഴേക്കും ഇറങ്ങി. രഞ്ജുവും അച്ചുവും റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. അവൻ കാറിന് അടുത്തേക്ക് നടന്നു. കാറിന്റെ ലോക്ക് മാറ്റാൻ കീ പോക്കറ്റിൽ തപ്പി നോക്കിയപ്പോൾ കണ്ടിരുന്നില്ല. അച്ചു മോളെ ഒന്ന് പിടിക്കുക, ഞാൻ കീ എടുത്തില്ല, ഒന്ന് എടുത്തിട്ട് വരാം. അവൻ രുദ്രയെ അച്ചുവിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു. അവൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറിയതും ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്ന അവൾ ഞെട്ടി. അവൾ കട്ടിലിൽ കിടന്ന പുതപ്പെടുത്ത് പുതച്ചു. അവളെ അർത്ഥനഗ്നയായി കണ്ട പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. ദേവാ, അത് പിന്നെ കാറിന്റെ കീ എടുക്കാൻ അവൻ തിരിഞ്ഞു നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു. അവൾ ഒന്നും മിണ്ടിയില്ല. സോറി ദേവാ, അവൻ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് പറഞ്ഞു. അത് ഞാൻ ഡ്രസ്സ് ഇട്ടപ്പോൾ അത് ലൂസായിരുന്നു, അതാ വേറെ ഇടാൻ. അവളും പകച്ചുകൊണ്ട് പറഞ്ഞു. ആ ടേബിളിൻ്റെ പുറത്ത് കീ ഉണ്ടോയെന്ന് നോക്ക്, അതൊന്ന് എടുത്തു തരുമോ? അവൻ ചോദിച്ചതും അവൾ ടേബിളിൽ കീ തപ്പാൻ തുടങ്ങി. കീ കിട്ടിയതും അവൾ അതുമായി അവൻ്റെ അടുത്തേക്ക് നടന്നു. ദാ കീ. അവൾ അവൻ്റെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൻ തിരിഞ്ഞു നോക്കാതെ അവളുടെ കയ്യിൽ നിന്നും വാങ്ങി. ദേവ, ഡ്രസ്സ് എന്തെങ്കിലും പരുവോ അല്ലെങ്കിൽ അതൊക്കെ എടുത്തോ, ഓൾട്ടർ ചെയ്യാൻ കൊടുക്കാം. അവൾ മൂളിയതും അവൻ അവളെ തിരിഞ്ഞുപോലും നോക്കാതെ ഇറങ്ങിപ്പോയി. അവൾക്കാണെങ്കിൽ ആകെ ചമ്പല തോന്നി. ഡോർ ലോക്ക് ചെയ്യാതെ ഡ്രസ്സ് മാറാൻ തോന്നിയ നിമിഷത്തെ അവൾ പഴിച്ചു. അവൻ പുറത്തേക്ക് ഇറങ്ങി ഡോർ അടച്ചിട്ട് കുറച്ചു നിമിഷം അവിടെ തന്നെ നിന്നു. ഡോറിൽ മുട്ടാതെ കയറി ചെല്ലാൻ തോന്നിയ നിമിഷത്തെ അവനും പഴിച്ചു. ഷേ, അവൾ എന്ത് കരുതി കാണും? ഞാൻ മനഃപൂർവ്വം കയറി ചെന്നതാണെന്ന് വിചാരിച്ചു കാണുമോ? പെട്ടെന്ന് അവൾ മുറിയിലുണ്ടെന്ന് ഓർത്തില്ല. അവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് താഴേക്ക് ചെന്നു. അവൻ വാങ്ങിവെച്ച ഒരു ടോപ്പും ലെഗിൻസും ഇട്ടുകൊണ്ട് ഓൾട്ടർ ചെയ്യാനുള്ള ഡ്രസ്സുമായി താഴേക്ക് ചെന്നിരുന്നു. അവരെല്ലാവരും കാറിന്റെ അടുത്ത് അവളെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു. അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു നിന്നു. മേ! രുദ്ര കൈനീട്ടി അവളെ വിളിച്ചതും അവൾ അച്ചുവിന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി. അഗ്നി ഡ്രൈവർ സീറ്റിലേക്ക് കയറി. ഏട്ടത്തി ഇവിടെ കയറ്. ദേവ പുറകിൽ കയറാൻ തുടങ്ങിയതും രഞ്ജു മുമ്പിലത്തെ കോ ഡ്രൈവർ സീറ്റിന്റെ ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു. ദേവേട്ടത്തി കുഞ്ഞിനെയും കൊണ്ട് അവിടെ കയറിക്കോ, ഞാനും രഞ്ജുവേട്ടനും കൂടി പുറകെ കയറിക്കോളാം. അച്ചു അവളെ നോക്കി പറഞ്ഞു. രഞ്ജുവേട്ടൻ മുമ്പിൽ കയറിക്കോ, ഞാൻ പുറകിലിരുന്നോളാം. അവൾക്ക് നേരത്തെ സംഭവം ഓർത്തതും അവനെ നോക്കാൻ ആകെ ചമ്മല തോന്നി. അതവന് മനസ്സിലായതുപോലെ അവനും നിർബന്ധിക്കാൻ നിന്നില്ല. ഉമ്മേ, അച്ചു കൂതയിച്ച രുദ്ര അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. വേണ്ട കണ്ണ, ചെറിയ അവിടെ ഇരുന്നോട്ടെ. അവള് കുഞ്ഞിനെ സമാധാനിപ്പിച്ചു. അഗ്നിയേട്ടാ. അവർ സംസാരിച്ചു കൊണ്ട് നിന്നതും പുറകിൽ ആരോ വിളിക്കുന്നത് പോലെ തോന്നി അവർ തിരിഞ്ഞു നോക്കി. ആതിരയായിരുന്നു. അവളും ഒരുങ്ങിയായിരുന്നു വന്നത്. അഗ്നിയേട്ടാ, ഞാനും കൂടി വന്നോട്ടെ? അവൾ താഴ്മയോട് ചോദിച്ചു. അഗ്നി ഗൗരവത്തോടെ ഒന്ന് മൂളി. അവൾ ചിരിച്ചുകൊണ്ട് കാറിന്റെ ഫ്രണ്ടിൽ കയറാനായിട്ട് തുടങ്ങി. ദേവാ, കുഞ്ഞിനെ കൊണ്ട് ഫ്രണ്ടിൽ കയറി. അത്ര നേരം മിണ്ടാതിരുന്ന അഗ്നി ദേഷ്യത്തോടെ പറഞ്ഞു. അത് കേട്ടതും ദേവ പേടിച്ച് കുഞ്ഞിനെയും കൊണ്ട് ഫ്രണ്ടിൽ കയറി. ആതിര ആകെ ചൂളിപ്പോയിരുന്നു. അവൾ ദേവയെ ദേഷ്യത്തോടൊന്ന് നോക്കിയിട്ട് ബാക്കിൽ കയറിയിരുന്നു. അച്ചുവും രഞ്ജുവും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചുകൊണ്ട് അവളുടെ ഒപ്പം കയറി. കാറിലിരുന്ന് ആരും ഒന്നും തന്നെ കുറച്ചു നേരത്തേക്ക് മിണ്ടിയില്ല. ഏട്ടത്തി, നേരത്തെ രഞ്ജുവേട്ടനെ ഏട്ടാന്ന് വിളിക്കുന്നത് കേട്ടല്ലോ. ആരും ഒന്നും മിണ്ടാഞ്ഞതും അച്ചു തന്നെ തുടക്കമിട്ടു. ശരിയാ, അത് ഞാൻ പറയാതിരിക്കായിരുന്നു. ഏട്ടത്തി എന്നെ പേര് വിളിച്ചാൽ മതി. രഞ്ജു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് വയസ്സിൽ മൂത്തതല്ലേ, അതുകൊണ്ടാ ഞാൻ. വയസ്സുകൊണ്ട് മൂത്തതാണെങ്കിലും ബന്ധം കൊണ്ട് എൻ്റെ ഏട്ടൻ്റെ ഭാര്യയല്ലേ ഏട്ടത്തി. അവനെ ഞാൻ പേര് വിളിക്കുന്നുണ്ടെങ്കിലും അവനെൻ്റെ ഏട്ടനാണ്. ആ ബഹുമാനം ഞാൻ അവന് കൊടുത്തില്ലെങ്കിലും ഏട്ടത്തിക്ക് തരണ്ടേ? രഞ്ജു ചിരിച്ചുകൊണ്ട് അവളോടായി പറഞ്ഞു.
അത് രഞ്ജുവേട്ടൻ എന്നെ പേര് വിളിച്ചാൽ ഞാനും തിരിച്ച് പേര് വിളിക്കാം. അത് വേണോ? അവൻ ചിരിച്ചു. അഗ്നിയേട്ടൻ പറയേ എന്ത് വേണം? അച്ചു ചിരിയോടെ ചോദിച്ചു. അവൻ ഏട്ടത്തിന്ന് വിളിച്ചോട്ടെ, അവളെ ഏട്ടാന്നും വിളിച്ചോട്ടെ, അഗ്നി പറഞ്ഞുകൊണ്ട് ചിരിച്ചു. ശരിയാ, അതാ നല്ലത്. അച്ചുവും അതിനോട് തന്നെ യോജിച്ചു. ആതിരയ്ക്ക് അതൊക്കെ കണ്ട് ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഇപ്പൊ ഒന്നും മിണ്ടുന്നത് ബുദ്ധിയല്ല എന്ന് അവൾക്ക് തോന്നി. അഗ്നിയേട്ടാ, ഈ സുന്ദരി ഏട്ടത്തി അഗ്നിയേട്ടൻ എങ്ങനെയാ കണ്ടെത്തിയത്? അച്ചു സംശയത്തോടെ ചോദിച്ചതും അഗ്നി ഞെട്ടി ദേവയെ നോക്കി. ദേവ അഗ്നിയെ നോക്കി. അവർക്ക് രണ്ടുപേർക്കും എന്ത് പറയണോന്ന് അറിയില്ലായിരുന്നു. അതൊക്കെ വലിയ കഥയാ, സൗകര്യം പോലെ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ ഷോപ്പ് എത്താറായില്ലേ? അവൻ പെട്ടെന്ന് പറഞ്ഞു. ഈ രഞ്ജുവേട്ടൻ അറിയാമെല്ലാം, എന്നിട്ട് ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞില്ല. ഏട്ടൻ പിന്നെ എനിക്ക് പറഞ്ഞു തരണേ. പറഞ്ഞു തരാടി, അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കുറച്ച് മുൻപോട്ട് പോയതും അവൻ ഒരു ടൈലർ ഷോപ്പിന്റെ മുമ്പിൽ കാർ നിർത്തി. ദേവാ, ഡ്രസ്സ് അവിടെ കൊടുത്തിട്ട് വാ. ഞാൻ എപ്പോഴേലും ഇതുവഴി പോകുമ്പോൾ വാങ്ങിക്കൊണ്ട് വന്നോളാം, അല്ലെങ്കിൽ നമുക്ക് തിരികെ വരുമ്പോൾ വാങ്ങാം. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. അച്ചു, നീ ദേവയുടെ കൂടെ ചെല്ല്. അവൻ അച്ചുവിനെ നോക്കി പറഞ്ഞു. ശരിയേട്ടാ. അവൾ പറഞ്ഞുകൊണ്ട് കാറിൽ നിന്നും ഇറങ്ങി. ദേവ രുദ്രയെ അച്ചുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഷോപ്പിലേക്ക് കയറി. പുറകെ അച്ചുവും കയറി. അവൾ അളവൊക്കെ എടുത്തിട്ട് ഡ്രസ്സ് അവിടെ കൊടുത്തുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങി. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അവർ ഷോപ്പിലേക്ക് എത്തിയിരുന്നു. ദേവ, നിനക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ആവശ്യത്തിന് എടുത്തോ. അച്ചു, നീയും കൂടി അവളുടെ ഒപ്പം ചെല്ല്. അവൻ കുഞ്ഞിനെ അവളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ട് പറഞ്ഞു. അവർ തലയാട്ടിക്കൊണ്ട് ലേഡീസ് സെക്ഷനിൽ പോയി. ചാ ഉമ്മ, അവള് ദേവയെ ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു. അമ്മ ഡ്രസ്സ് എടുത്തിട്ട് വരട്ടെ കേട്ടോ. അച്ഛൻ മോൾക്ക് ഉടുപ്പ് വാങ്ങിത്തരാവേ. അവൻ കുഞ്ഞിനെ നോക്കി പറഞ്ഞതും അവൾ കുഞ്ഞിത്തല കുലുക്കി കാണിച്ചു. ആതിരെ, നീ എന്ത് വാങ്ങാനാ വന്നത്? അവൻ അടുത്ത് നിൽക്കുന്ന ആതിരയെ നോക്കി ചോദിച്ചു. ഞാൻ ചുമ്മാ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോ വന്നതായിട്ടാ, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ അവളെ നോക്കി ഒന്ന് മൂളിക്കൊണ്ട് കുഞ്ഞുങ്ങളുടെ സെക്ഷനിലേക്ക് നടന്നു. രഞ്ജുവും അവന്റെ ഒപ്പം നടന്നതും ആതിരയും അവർക്കൊപ്പം തന്നെ വെച്ചു പിടിച്ചു. അവൻ കുഞ്ഞിന്റെ ഡ്രസ്സുകളൊക്കെ നോക്കി എടുക്കാൻ തുടങ്ങി. അവൻ ഇഷ്ടപ്പെട്ട 2-3 ഡ്രസ്സുകൾ സെലക്ട് ചെയ്ത് അവൻ ബില്ലടിക്കാനായി കൊടുത്തു. അഗ്നിയേട്ടാ, ഞാനൊരു ടോപ്പ് എടുത്തോട്ടെ? ആതിര അവന്റെ അടുത്തേക്ക് വന്ന് നിഷ്കളങ്കതയോട് ചോദിച്ചു. ആ, എടുത്തോ. അവൻ അവളെ നോക്കാതെ തന്നെ മറുപടി പറഞ്ഞു. അവൾ ചിരിച്ചുകൊണ്ട് ടോപ്പിന്റെ സെക്ഷനിലേക്ക് നടന്നു. എന്തിനാടാ നീ ഡ്രസ്സ് എടുക്കാൻ സമ്മതിച്ചത്? കഴിഞ്ഞ ആഴ്ചയല്ലേ നീ അവൾക്ക് ഡ്രസ്സ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ക്യാഷ് കൊടുത്തത്? അവൾ പോയതും രഞ്ജു കുറച്ച് ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. സാരമില്ലടാ, അവൾ എടുത്തോട്ടെ. എന്തൊക്കെയാണെങ്കിലും അവൾ എൻ്റെ പെങ്ങളല്ലേടാ. അച്ചുവിനെ പോലെയാ അവൾ എനിക്ക്. ഞാൻ അന്നും ഇന്നും അവൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അവൾ പണ്ട് എന്നോട് എങ്ങനെയായിരുന്നുവെന്നും ഇന്ന് എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എടാ, ദേവയുടെ വീട്ടിൽ പോയി സംസാരിക്കണ്ടേ? വേണം, പക്ഷേ ഇപ്പം പോയാൽ ശരിയാവില്ല. കുറച്ച് കഴിയട്ടെ. എല്ലാം പറയണം. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് അവരോട് പറയണം. അവർ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കാം. ഒരുപക്ഷെ അവരെ അംഗീകരിച്ചില്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് നീ അവളെ ഉപേക്ഷിക്കുമോ? രഞ്ജു സംശയത്തോടെ ചോദിച്ചു. 2 വർഷം ഉണ്ടല്ലോടാ. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ലല്ലോ. നമുക്ക് നോക്കാം. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രഞ്ജുവിന് അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായിരുന്നില്ല. ഹായ്. ആതിര ഡ്രസ്സ് എടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് ആരോ അവളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞത്. ആതിരയല്ലേ? അവൾ സംശയത്തോടെ നോക്കുന്നത് കണ്ട് അവർ ചോദിച്ചു. ആ, അതെ. എന്നെ മനസ്സിലായില്ലേ? ഞാൻ നിരഞ്ജന. നമ്മൾ ഒന്നിച്ചല്ലേ 10 വരെ പഠിച്ചത്? അവൾ ഓർമ്മിപ്പിച്ചു. ആ, നിരഞ്ജന, ഞാൻ ഓർക്കുന്നുണ്ട്. എന്താ ഇവിടെ? കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വന്നതാ, ആതിര ഗമയോട് പറഞ്ഞു. ഓ, ഞാൻ എൻ്റെ മാരേജിന് ഡ്രസ്സ് എടുക്കാൻ വന്നതാ. എല്ലാവരും ഉണ്ട്. അപ്പോഴാ നിന്നെ കണ്ടത്. പെട്ടെന്ന് നീയാണോന്നൊരു ഡൗട്ട്, അതാ ചോദിക്കാന്ന് കരുതിയേ. മാരേജ് ആയോ? ആ, ആയി. ചേട്ടായി പോലീസിലാ. വാ, ഞാൻ പരിചയപ്പെടുത്താം. അവൾ ആതിരയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവർ നിരഞ്ജനയോടൊപ്പം നടന്നു. ചേട്ടാ, ഇതെന്റെ ഫ്രണ്ടാ. ഞങ്ങൾ ഒന്നിച്ചാ സ്കൂളിൽ പഠിച്ചത്. അവൾ സുന്ദരനായ നല്ല ബോഡിയൊക്കെയുള്ള ഒരു ചെറുപ്പക്കാരന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിക്കൊണ്ട് പറഞ്ഞു. അതുകൊണ്ടത് മാതിരിക്ക് അവളോട് വല്ലാത്ത കുശുമ്പോ അസൂയം തോന്നി. നിരഞ്ജന അധികം കളറൊന്നും ഇല്ലാത്ത നോർമൽ ഒരു കുട്ടിയായിരുന്നു. എന്നാൽ പയ്യൻ നല്ല സുന്ദരനും വെളുത്തു തുടുത്തിരിക്കുന്ന ഒരു പയ്യനുമായിരുന്നു. അതെയോ? അവൻ ചോദിച്ചതും അവൾ തലയാട്ടി. നിന്റെ മാരേജ് എന്തായി? നിരഞ്ജന അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ എൻ്റെ മാരേജ് കഴിഞ്ഞ് 2 വർഷം മുമ്പായിരുന്നു. അവൾ പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ പറഞ്ഞു. അതെയോ? എന്നിട്ട് എവിടെ നിന്റെ ചേട്ടൻ? ഏട്ടൻ കുഞ്ഞിന് ഡ്രസ്സ് എടുക്കാൻ ആ സെക്ഷനിലേക്ക് പോയി. കുഞ്ഞോ? നിനക്ക് കുഞ്ഞു ആയോ? ആതിര അതിശയത്തോടെ ചോദിച്ചു. ആ, ആയി. അവൾ ചിരിച്ചു. മോളാണോ അതോ മോനാണോ? മോളാണ്, രുദ്ര. അവൾ മറുപടി പറഞ്ഞു. രുദ്ര, നല്ല പേരാണ്. ഫോട്ടോ ഉണ്ടോ? അവൾ ചോദിച്ചു. ആതിര ഫോൺ എടുത്ത് വലിയ ഗമയോടെ അഗ്നിയുടെയും കുഞ്ഞിൻ്റെയും ഫോട്ടോ കാണിച്ചു കൊടുത്തു. പൊളിച്ചേട്ടനാണല്ലോ. ഒരു സിനിമാ നട ലുക്കൊക്കെ ഉണ്ട്. നിന്റെ ഭാഗ്യം. നിരഞ്ജന ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ആതിര ഒന്നുകൂടി ഒന്ന് പൊങ്ങി. നീ വടക്കേടത്ത് ഗ്രൂപ്പ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? പിന്നെ ഇന്ന് കേരളം മുഴുവൻ കേൾക്കുന്ന ബിസിനസ് സാമ്രാജ്യമല്ലേ? അതിന്റെ CEO ആണെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ബട്ട് കേട്ടിട്ടുണ്ട്. അഗ്നിദത്തൻ ഒരാളല്ലേ കഴിഞ്ഞ വർഷം അവാർഡൊക്കെ കിട്ടിയ? അതാ എൻ്റെ ഹസ്ബൻഡ്. ആതിര ഗമയോടെ വീണ്ടും പറഞ്ഞു. ശരിക്കും?
ഹോ, നിന്റെ ഒരു ഭാഗ്യം, സമ്മതിക്കുന്നു. നിരഞ്ജന അവളുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു. പുള്ളി ഇപ്പൊ ഇങ്ങോട്ട് വരുവോ? എനിക്കൊന്ന് പരിചയപ്പെടായിരുന്നു. അത് കേട്ടത് മാധുരിയുടെ നെഞ്ചിൽ വെള്ളിടി വെട്ടി. അത് അവള് ഭയങ്കര കുസൃതിയാ. അവളുണ്ടെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഏട്ടൻ അവളെ കൊണ്ടുപോയേക്കുവാ. ആ, യു ആർ ലക്കി ആതിര. ഇത്ര കെയറൊക്കെയുള്ള ഒരാളെ കിട്ടിയില്ലേ നിനക്ക്? അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും ചിരിച്ചു. അപ്പോഴാണ് അച്ചുവും ദേവയും അങ്ങോട്ടേക്ക് വന്നത്. ചേച്ചി കഴിഞ്ഞോ? ഏട്ടൻ വിളിക്കുന്നുണ്ട്, വാ പോകാം. അച്ചു അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഇതൊക്കെ ആരാ? നിരഞ്ജന സംശയത്തോടെ ചോദിച്ചു. ഇതെന്റെ അനിയത്തിയാ. അത് ആതിര അത് പറയാതെ നിർത്തി. ഇതിന്റെ ഏട്ടത്തിയാ. അച്ചു ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു. ആതിര അവളെ നിരഞ്ജനയ്ക്ക് പരിചയപ്പെടുത്തി. ദേവി അവളെ ശ്രദ്ധിച്ചതുപോലുമില്ല. നിന്റെ നമ്പർ താ, ഞാൻ മാരേജിന് വിളിക്കാം. നിരഞ്ജന പറഞ്ഞതും ആതിര അവളുടെ നമ്പർ കൊടുത്തു. ശരിയടി. അവർ പറഞ്ഞുകൊണ്ട് പോയതും അവരും അഗ്നിയുടെ അടുത്തേക്ക് നടന്നു. വാ, ആവശ്യത്തിനുള്ളതൊക്കെ എടുത്തോ? അവന്റെ അടുത്ത് നടന്നു വരുന്ന ദേവയെ കണ്ടതും അവൻ ചോദിച്ചു. അവളതിന് അവനെ നോക്കി ഒന്ന് തലയാട്ടി. ഏട്ടാ, ഞാൻ അവിടെ ഒരു സൂപ്പർ ടോപ്പ് കണ്ടു. ഏട്ടത്തിക്കത് നന്നായിട്ട് ഇണങ്ങും. എത്ര എടുക്കാൻ പറഞ്ഞിട്ട് ഏട്ടത്തി കേൾക്കുന്നില്ല. അച്ഛ പിണക്കം നടിച്ചുകൊണ്ട് പറഞ്ഞു. നല്ല ഡ്രസ്സായിരുന്നോ? അവൻ ചോദിച്ചു. അതേ ഏട്ടാ. ശരി വാ, അതൊന്ന് നോക്കിയിട്ട് വരാം. അവൻ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി. അത് വേണ്ട, ഇപ്പൊ കുറെ എടുത്തില്ലേ, അതൊക്കെ മതി. അവൾ അവനെ നോക്കി പറഞ്ഞു. അത് സാരമില്ല, ഡ്രസ്സല്ലേ ദേവാ, എപ്പോ വേണേലും ഇടാലോ. അവൻ പറഞ്ഞതും ദേവ അച്ചുവിനെ ഒന്ന് നോക്കി. അവളാണെങ്കിൽ ദേവയെ നോക്കി നല്ലോണം ഇളിച്ചു കാണിച്ചു.